ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. നിലമ്പൂർ നഗരസഭയിലെ LDF വികസന യാത്ര ജനങ്ങളെ ഭയന്നെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗവും നഗരസഭാ കൌൺസിലറുമായ ഇസ്മായിൽ എരഞ്ഞിക്കൽ. നഗരസഭാ ചെയർമാനെ ഒഴിവാക്കിയാണ് വികസന യാത്ര നടത്തുന്നതെന്നും ഇസ്മായിൽ എരഞ്ഞിക്കൽ ആരോപിച്ചു. 5 വർഷം ഭരണം നയിച്ച ചെയർമാനെ മുന്നിൽ നിർത്തി ഒരു വികസന യാത്ര നയിക്കാൻ കഴിയാത്ത ഗതികേടിലായ LDFന്റെ വികസന യാത്ര ജനം തള്ളിക്കളയുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂർ നഗരസഭയിൽ LDF പ്രകടന പത്രികയിൽ പറഞ്ഞ പ്രധാന വാഗ്ദാനങ്ങളൊന്നും നടപ്പാക്കിയില്ല. അധികാരത്തിൽ വന്നാൽ 3 മാസം കൊണ്ട് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം തുടങ്ങുമെന്ന് പ്രസ്താവിച്ചിരുന്നു. 5 വർഷമായിട്ടും തുടങ്ങിയിട്ടില്ല. ഓട്ടിസം പാർക്ക്, മാലിന്യ സംസ്കരണ കേന്ദ്രം എന്നിവ യാഥാർത്ഥ്യമാക്കിയില്ലെന്നും ഇസ്മായിൽ എരഞ്ഞിക്കൽ പറഞ്ഞു. ആദ്യത്തെ പ്രകടന പത്രികയിലെ ഒന്നാമതാണ് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ്. ഇന്നും ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് ജനങ്ങൾ മഴയും വെയിലും കൊണ്ട് ആകെ ബുദ്ധിമുട്ടുക. ബാത്റൂം പോലും സൗകര്യം ശരിക്കും പോകാൻ പറ്റുന്ന അവസ്ഥയാണ്. എന്നാൽ 3 മാസം മുമ്പ് ചന്തക്കുന്നിന്റെ പ്ലാന്റാക്കി DPR തയ്യാറാക്കാൻ സ്വകാര്യ ഏജൻസി കൊടുത്തു. ടെൻഡർ പക്ഷെ എടുക്കാൻ ചെയ്തു. 26 ലക്ഷമാണ് ബില്ല് മാറിയത്. DPR ഉണ്ടാക്കാൻ പുതിയ DPR ഉണ്ടാക്കി. അതിനു മുമ്പ് DPR ഉണ്ടാക്കുന്ന മുമ്പ് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് സ്വകാര്യ കമ്പനികൾക്ക് ലീസിന് കൊടുക്കാൻ വേണ്ടി നോക്കിയത്. BOT അടിസ്ഥാനത്തിൽ അതിൽ ഞാൻ എതിർത്തു. BOT അടിസ്ഥാനത്തിൽ ഇന്ന് കേരളത്തിൽ എവിടെ ലീസിന് കൊടുത്താലും തിരിച്ചു കിട്ടിയിട്ടില്ല. കൊടുക്കുന്നത് 35 വർഷം, 40 വർഷം. ചെറുക്കുളത്തൊക്കെ കൊടുത്തത് 40 വർഷമാണ്. അതിൽ കണ്ണൂർ KM വില്ലേജ് ഗ്രൂപ്പിൽ കൊടുത്തത് 35 വർഷം. ഇതിന്റെ വരുമാനം എല്ലാവർക്കും അവർക്ക് തന്നെയാണ്. പിന്നെ അതിൽ നമുക്ക് മുട്ടുസൂചി കുത്താൻ പോലും പറ്റില്ല. അതെന്താണ്? ഓരോ ഭരണസ്ഥിതിക്കാരും ചെയ്യുന്ന സ്വന്തം കച്ചവടമാണ്. BOT കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് റൂം, അവർക്ക് കമ്മീഷൻ. ആ ലെവലിൽ കൊടുന്നപ്പോൾ അതിനെ എതിർത്തു. ന്യായമായ രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ലെവലിൽ ജനത്തിന് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നതായിരുന്നു. പക്ഷെ നടത്തിയില്ല. ഇപ്പം 26 ലക്ഷം പുതിയ DPR ഉണ്ടാക്കി തട്ടിയെടുത്തു. എന്നിട്ട് പോലും ഒരു പണി ഇതുവരെ ഇവിടെ ആരംഭിച്ചിട്ടില്ല, ചന്തക്കുന്ന് ആരംഭിച്ചില്ല. അപ്പം ഒന്നാമത്തെ പ്രകടന പത്രിക ഒന്നാമതായി. രണ്ടാമത് പാർപ്പിടമില്ലാത്ത സമ്പൂർണ്ണ പാർപ്പിടം ഉണ്ടാക്കി കൊടുക്കുന്നത്. സമ്പൂർണ്ണമായ പാർപ്പിടം ഇല്ലാത്തവരുണ്ടാവില്ല. 3 കൊല്ലം കൊണ്ട് സമ്പൂർണ്ണ പാർപ്പിടം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് പ്രകടന പത്രിക പറഞ്ഞത്. അത് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. മൂന്നാമത് സ്ഥലമില്ലാത്തവർക്ക് പാർപ്പിടം ഉണ്ടാക്കുന്ന സ്ഥലമാണല്ലോ. സ്ഥലമില്ലാത്തവർക്ക് 2 ഏക്കർ ഇവിടെ മുതുകാടില് മാലിന്യ പ്ലാന്റ് എടുത്ത സ്ഥലത്ത് 50 സെന്റിൽ ഫ്ലാറ്റ് സമുച്ചയം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് മൂന്നാമത്തെ പ്രകടന പത്രികയില്. ഫ്ലാറ്റ് സമുച്ചയം ഉണ്ടാക്കി കൊടുക്കുന്ന. 4ാമത് പറഞ്ഞത് എന്താണ്? മാലിന്യ പ്ലാന്റ് ഉണ്ടാക്കുന്നതാണ്. ബാക്കിയുള്ള സ്ഥലത്ത് മാലിന്യ പ്ലാന്റ് ഉണ്ടാക്കും. ഇതുവരെ മാലിന്യ പ്ലാന്റ് ഉണ്ടാക്കിയിട്ടില്ല. ആ സ്ഥലം എടുത്തത് നിങ്ങൾക്കറിയാം. വേലുക്കുട്ടി പ്രസിഡന്റ് സ്ഥലം. ഇന്നും അവിടെ ഒരു മാലിന്യ പ്ലാന്റ് വന്നിട്ടില്ല. 5ാമത് വീട്ടിൽ നമ്മുടെ നിലമ്പൂർ ഹോസ്പിറ്റലോട് ചേർന്നുള്ള സ്കൂളിലെ മൊത്തം സ്കൂളും സ്ഥലവും ഹോസ്പിറ്റലോട് ചേർത്ത് മൾട്ടി ലെവൽ ഹോസ്പിറ്റലിന് വേണ്ടി അല്ലെങ്കിൽ ഹൈടെക് ഹോസ്പിറ്റലിന് വേണ്ടി ആ സ്ഥലം വിട്ടുകൊടുക്കുന്നതായിരുന്നു. അത് 1 വർഷം കൊണ്ട് സംഭവം തുടങ്ങുന്നതാണ്. 4 വർഷം കഴിഞ്ഞ് 5ാമത്തെ വർഷമായി ഇതുവരെ നടത്തിയിട്ടില്ല. 6ാമത് ഓട്ടിസം പാർക്കും ഫ്ലാറ്റ് സമുച്ചയവും എല്ലാം എല്ലാ കൊല്ലത്തെ പദ്ധതി രേഖയിലും എല്ലാത്തിലും ഉണ്ടാവും. എല്ലാ കൊല്ലം ഉണ്ടാവും പദ്ധതിയിൽ. ഓട്ടിസം പാർക്കിന് മാറ്റി വെച്ചു 50 ലക്ഷം. മാലിന്യ പ്ലാന്റിന് വേണ്ടി മാറ്റി വെച്ചു. മാലിന്യ പ്ലാന്റ് വീട് പദ്ധതി പറയുന്ന എല്ലാ പദ്ധതി രേഖയിലും വർഷം രേഖയിൽ മാത്രം ഉണ്ടാവും. പക്ഷെ ജനങ്ങൾക്ക് ഇന്നേ വരെ ഫ്ലാറ്റ് സമുച്ചയോ ഓട്ടിസം പാർക്കോ ഇതൊന്നും ലഭിച്ചിട്ടില്ല. ഇപ്പൊ ഇത് പറയാനുള്ള കാരണം പ്രകടന പത്രികയിൽ പറഞ്ഞ ഈ കാര്യങ്ങൾ, ഓട്ടിസം പാർക്ക്, മാലിന്യ പ്ലാന്റ്, അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ്, അതുപോലെ തന്നെ ഹോസ്പിറ്റല്, ആ സമ്പൂർണ്ണ വീട്, ഫ്ലാറ്റ് സമുച്ചയം, ഇങ്ങനെ എണ്ണം പറഞ്ഞ ഓരോ സംഭവങ്ങളും എവിടെയും നടപ്പാക്കിയിട്ടില്ല. വികസനം പറഞ്ഞുകൊണ്ട് വികസന യാത്ര നടത്തിയിട്ടുണ്ട്. ഇപ്പോ വികസനം നടത്തിയിട്ടുണ്ട്. ഈ 5 വർഷത്തിനുള്ളിൽ നല്ല വികസനം നടത്തിയിട്ടുണ്ട്. എന്താണ് വികസനം നടത്തിയിട്ടുള്ളത്? വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കും നീന്തി കുളിക്കാനൊരു നീന്തൽക്കുളം പുനർനിർമ്മാണം ചെയ്തു. ചൂരക്കുളം. അത് നിങ്ങൾ പോയാൽ കാണാം. അത്
ചെലവഴിച്ച് 50 ലക്ഷം രൂപ. അത് നല്ല വികസനമാണ്. അതായത് കുട്ടികൾക്ക് പുറത്തുപോയി സ്വിമ്മിംഗ് പൂളിൽ നീന്തി പഠിക്കാൻ കാശ് ചെലവാക്കേണ്ട ആവശ്യമില്ല. മുനിസിപ്പാലിറ്റി തന്നെ ഒരു കുളം നവീകരിച്ചുകൊണ്ട് 50 ലക്ഷം ചെലവാക്കി ചൂരക്കുളം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ചൂരക്കുളത്തിൽ അഴിമതി നടന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അവിടെ ആ പണം ചെലവഴിച്ചില്ല എന്ന റിപ്പോർട്ട്. ഇന്നും നിങ്ങൾക്ക് ചാനലുകൾക്കും പത്രക്കാർക്കും കൂടെ പോയാൽ കുളത്തെ കുറിച്ച് അറിയാം, നാട്ടിനോട് ചോദിച്ചറിയാം. അതുകൊണ്ട് എന്താ, ആ കുളത്തിൽ പോയി കുളിക്കാൻ പോയിട്ട് ഇറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പൊ എന്ത് വികസനമാണ്? 50 ലക്ഷം ബില്ല് മാറി. പദ്ധതി രേഖയിൽ വരാതെ, ഈ പദ്ധതി രേഖയിൽ വരാതെ 1 കോടിയായിരുന്നു ആദ്യം നവീകരണത്തിൽ വെച്ചിന്. അന്ന് ഞാൻ അതിനെ തീർത്തപ്പോ അത് ക്യാൻസലായി. രണ്ടാമത് 50 ലക്ഷം കൊടുന്നു. ആ 50 ലക്ഷത്തിന്റെ പദ്ധതിയിൽ 49 ലക്ഷം ചില്ലറ ബില്ല് മാറി. ചൂരക്കുളത്തിന്റെ ഒരു വികസനമാണ്, നല്ലൊരു വികസനമാണ്. രണ്ടാമത്തെ ഈ മുനിസിപ്പാലിറ്റിയുടെ വികസനം കണ്ണായ വികസനമാണ് മയ്യന്താണി നടന്നത്. അതായത് വയോജനങ്ങൾക്ക് പോയി ഇരിക്കാനുള്ള സ്ഥലം, നല്ല വികസനമാണ്. പക്ഷെ ആ മുനിസിപ്പാലിറ്റി തന്നെ 1 സ്ക്വയർ ഫീറ്റിന് 650 സ്ക്വയർ ഫീറ്റ് വീട് കൊടുക്കാൻ 4 ലക്ഷം കൊടുക്കുന്നത്. PW റേറ്റിന് 1270, 1300 റേറ്റ് കൊടുക്കുന്നത്. PW റേറ്റ് കൊടുക്കുന്നത് ബിൽഡിംഗ് എല്ലാം. അതേ സ്ഥലത്ത് 1260 സ്ക്വയർ ഫീറ്റ് എല്ലാം 40 ലക്ഷം ചെലവഴിച്ചിട്ടുണ്ട്. എവിടെ? മയ്യന്താടിയിൽ. ആദ്യം 30 ലക്ഷത്തിന് എസ്റ്റിമേറ്റ് കൊടുത്തു. ആ എസ്റ്റിമേറ്റിൽ 28 ചില്ലറക്ക് ബിലോയിൽ വർക്ക് എടുത്തു. വീണ്ടും 3 ലക്ഷം കുത്തി കൊടുത്തു. അത് ചോർച്ച വന്ന് പത്രത്തിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത ആളുകളാണ് നിങ്ങളൊക്കെ. അതിന് വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. പിന്നെയും ആ ചോർച്ച തടയാൻ വേണ്ടി വീണ്ടും 10 ലക്ഷം ചെലവാക്കി. അപ്പൊ നല്ല വികസനമാണ്. 45 ലക്ഷം ചെലവാക്കി 1200 സ്ക്വയർ ഫീറ്റിന്, നല്ല വികസനമാണ്. അതുപോലെ തന്നെ 10, 15, 20 കുടുംബങ്ങൾക്ക്, വീടുകൾക്ക് കുരുമുളക് വെച്ചു കൊടുത്തു. ഇനി പുറത്തുനിന്ന് കുരുമുളക് മേടിക്കേണ്ട, നല്ല കുരുമുളക് ഉണ്ടാക്കാൻ വേണ്ടി കുരുമുളക് വെച്ചു കൊടുത്തു. ആ കുരുമുളകില് നല്ല വികസനമാണ്. ഒരു സ്ഥലത്ത് മേടിച്ചത് 80 രൂപക്ക് വിവരാശ നിയമം, ഒരു സ്ഥലത്ത് വിവരാശ 100 രൂപക്ക്. 20 രൂപയുടെ കുരുമുളകാണ് 100 രൂപ കൊടുത്ത്, നല്ല വികസനമാണ്. 4ാമത്തെ വികസനം ബയോപിന്. ആ 2 പ്ലാസ്റ്റിക്കിന്റെ ബക്കറ്റ് ഉണ്ട്. ആ ബക്കറ്റിന് അടപ്പ് നോക്കിയാൽ നമ്മൾ പപ്പടം പൊരിച്ച മാതിരി ഇങ്ങനെ ചുരുണ്ടുകൂടും. അത് നല്ല വികസനം. 2240 റുപ്യ ആ ടിന്നിന്. അതിന് 2 പൊതി വളം കൊടുക്കും. ആകെ 700-780 ടാക്സ് അടക്കം വന്നു വരുന്ന സാധനത്തിനാണ് ആ 2240 റുപ്യ. 4ാമത്തെ വികസനം. അങ്ങനെ പദ്ധതി രേഖയിലെ വികസനം എന്ന് പറഞ്ഞാൽ സ്വന്തം പോക്കറ്റ് വികസിച്ചെടുക്കാനുള്ള വികസനമായാണ് ഈ മുനിസിപ്പാലിറ്റി 5 കൊല്ലം കൊണ്ടുവരുന്നത്. കുരുമുളകായാലും വിത്തായാലും വിത്ത് തോട്ടായാലും ഇപ്പൊ ഒരു വികസനം നടക്കുന്നുണ്ട്. 500 രൂപക്ക് 10 ചട്ടി കൊടുക്കും. 500 രൂപക്ക് 10 ചട്ടി ഉപഭോക്താവിന് കിട്ടാറുള്ള ലാഭമാണ്. 500 രൂപക്ക് 10 ചട്ടി പറഞ്ഞാല് ആ ചട്ടിക്ക് തന്നെ കൊടുക്കണത് 60 റുപ്യ 50 റുപ്യ കുളം കൊടുക്കണം. ഏറി പറഞ്ഞാൽ ആ ചകിരിയും വളവും കൊടുത്ത് 60-70 രൂപ കൊടുക്കുന്ന സാധനത്തിനാണ് 200 രൂപ. എന്നാ കൊട്ടേഷൻ അടിച്ചിട്ടുണ്ടോ? കൊട്ടേഷൻ അടിച്ചിട്ടില്ല. അപ്പൊ നല്ല വികസനമാണ്. ജനങ്ങളെ സംബന്ധിച്ച് ഒറ്റടിക്ക് നോക്കുമ്പോൾ നല്ലൊരു വികസനം. എന്താ വെച്ചാൽ 500 രൂപക്ക് ഇത്ര ചട്ടിയും ചകിരിയും വളം തരില്ലേ. അതിന്റെ മറുവശം നോക്കുമ്പോൾ 1500 രൂപ എവിടെ കൊടുക്കുന്നത്? മുനിസിപ്പാലിറ്റി ഫണ്ട് കൊടുക്കുകയാണ്. അപ്പൊ ഒരു വ്യക്തിക്ക് 2000 രൂപ ചെലവരുണ്ട്. 500 രൂപ നമ്മളിക്കൊന്നും മേടിക്കുകയാണ്. അപ്പൊ 500 മേടിക്കുന്ന കാശ് ഒറിജിനൽ കാശും 1500 മേടിക്കുന്ന കമ്മീഷനായിട്ടാണ് പോകുന്നത്. അതായത് കൊട്ടേഷൻ ക്ഷണിക്കാതെ ഗവൺമെന്റ് ഏജൻസികൾ കൊടുക്കാവുന്ന നിയമം വെച്ചുകൊണ്ട് ജനങ്ങളെ കൊള്ളടിക്കുന്ന ഒരു ഭരണസമിതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സുതാര്യമായ അഴിമതികളാണ് സർക്കാർ ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തത്. സുതാര്യമായ അഴിമതി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഏജൻസികൾക്ക് കൊടുക്കുക. ലാപ്ടോപ്പ് ആണെങ്കിലും, അതേമാതിരി വയോജന കട്ടിലാണെങ്കിലും, അതുപോലെ SC പഠന റൂമാണെങ്കിലും എല്ലാം ഏജൻസികൾക്കാണ്. ഒരു 3 ഏജൻസികൾ സ്ഥിരമാണ് അവിടെ. ഫസ്റ്റ് സെക്കൻഡുടെ 2 ഏജൻസി. കമ്മീഷൻ റേറ്റ് കണക്കാക്കിക്കൊണ്ട് 400 രൂപയുടെ സാധനക്ക് 1200 റേറ്റ് ഇട്ട് കൊടുത്തുകൊണ്ട് 40% പങ്കാളികൾക്കും ഭരണകർത്താക്കൾക്കും കിട്ടുന്ന രീതിയിൽ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി കൊടുക്കുക. അത് കോട്ട് ചെയ്യുമ്പോൾ എന്താവും? സ്വാഭാവികമായിട്ട് കാണുമ്പോൾ 3 ആൾ കോട്ട് ചെയ്തിട്ടില്ലേ? 400 രൂപയുടെ സാധനത്തിന് 1200 രൂപ ആകുമ്പോൾ ഒരുത്തം കൊടുത്തിന് 1300 കോട്ട് ചെയ്തേക്കും, ഒരുത്തം 1300 കോട്ട് ചെയ്തേക്കും. ഇത് മൊത്തം ഒരു നെക്സസ്, BV Anwar പറഞ്ഞ ഒരു നെക്സസ് ആണ്, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഗെയിമാണ്. എന്തുകൊണ്ട് ഇത് പ്രതിപക്ഷം ഉന്നയിക്കുന്നില്ല? ഞാൻ എന്ത് പ്രശ്നം ഉന്നയിക്കുമ്പോൾ ലാസ്റ്റ് ടൈം പ്രതിപക്ഷം എന്താ ടാങ്കിൽ പുട്ടുന്ന മാതിരി തേങ്ങടാൻ വരുന്നല്ലാതെ അതിന് വ്യക്തമായ തെളിവുകളും കാര്യങ്ങളും പ്രതിപക്ഷം പറയുന്നില്ല. ഈ സംഭവങ്ങൾ എത്ര കോടിക്കണക്കിന് കൊള്ളടിച്ചത്. അതുപോലെ കഴിഞ്ഞ പദ്ധതിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ജനങ്ങൾ മനസ്സിലാക്കാതെ പറയുന്നത്. നഗരസഭാ തെരഞ്ഞെടുപ്പിൽ 36 ഡിവിഷനിലും തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കും. രാഷ്ട്രീയ നിറം നോക്കാതെ അഴിമതിക്കാരായവരെ പരാജയപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഇരു മുന്നണികളിലെയും അസംതൃപ്തരായ മുഴുവൻ ആളുകളെയും ഒരു കുടക്കീഴിൽ അണിനിരത്തുമെന്നും ഇസ്മായിൽ എരഞ്ഞിക്കൽ പറഞ്ഞു. അപ്പൊ ജനങ്ങൾക്ക് ചോദിക്കേണ്ടത്, നാളെ വികസന യാത്ര സമാപിക്കാൻ പോവുക. എവിടെ ബസ് സ്റ്റാൻഡ്, എവിടെ മാലിന്യ പ്ലാന്റ്, എവിടെ ഹോസ്പിറ്റൽ ഉണ്ടാക്കിയ സ്ഥലങ്ങള്, എവിടെ ഫ്ലാറ്റ് സമുച്ചയം, എവിടെ വീട്,
അതുപോലെ തന്നെ ഓട്ടിസപ്പർക്ക് എവിടെ പ്രധാനപ്പെട്ട പറഞ്ഞ പ്രകടന പത്രികയിൽ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ചേക്കാണ്. ഇതിന് ജനങ്ങൾ മറുപടി കൊടുക്കണം. ഇതിന് ചോദ്യം ചെയ്യേണ്ട പ്രതിപക്ഷം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാ? ഇതിന് മുൻകാലങ്ങളിൽ നടത്തിയ അഴിമതികളുടെ ഫയൽ ഇപ്പോഴത്തെ ആൾക്കാരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് അത് വെച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ്. ആ ഭീഷണിയിൽ പെട്ടുകൊണ്ട് പ്രതിപക്ഷം ശബ്ദിക്കുന്നില്ല. നമ്മൾക്ക് സംബന്ധിച്ചോളം പ്രതിപക്ഷം ഭരണകക്ഷിയും രാഷ്ട്രീയമല്ല, ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം, ഒരു മുന്നേറ്റം, ഒരു ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ സംവിധാനം ഇവിടെ നിലവിൽ വരണം. എന്നാലേ ജനങ്ങൾക്ക് രക്ഷയുള്ളൂ. അതിനാണ് TMC, അതായത് തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ സജീവ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ വ്യക്തിപൂജ നടത്തുന്നില്ല. അതുപോലെ തന്നെ ജനങ്ങളിൽ വന്ന് ജനങ്ങളെ പ്രശ്നത്തിൽ പരിഹരിക്കുന്ന നല്ല ആളുകളെ തെരഞ്ഞെടുത്തുകൊണ്ട് തന്നെ 36 വാർഡിലും ഞങ്ങൾ സ്ഥാനാർത്ഥികൾ നിർത്താൻ പോവുകയാണ്. വാർത്താ സമ്മേളനത്തിൽ തൃണമൂൽ കോൺഗ്രസ് മുനിസിപ്പൽ കോർഡിനേറ്റർ ഷാജഹാൻ പാത്തിപ്പാറ, യുവജന വിഭാഗം കോർഡിനേറ്റർ ET അനൂപ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും. ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം. കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം. അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും. അതുകൊണ്ടിനി കൂടുതൽ സമ്പാദ്യം, കൂടുതൽ സന്തോഷം, കൂടുതൽ ആഘോഷങ്ങൾ. എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം. Charitra Vivag Bridal Collections by Shobhika Weddings.